ഇന്നത്തെ കുട്ടികൾ അധികവും ഇൻസ്റ്റാഗ്രാം യൂസേഴ്സാണ് അല്ലേ. ഫേസ്ബുക്ക് ഒന്നും അവർക്ക് വേണ്ട, ഇൻസ്റ്റാഗ്രാമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫേസ്ബുക്കിൻ്റെ ഒരു വൈബ് തന്ത വൈബ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഫേസ്ബുക്ക് വേണ്ട. അപ്പോൾ യൂത്ത് വൈബ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന റീൽസ് അല്ലെങ്കിൽ ഇതിലത്തെ വീഡിയോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കണ്ടന്റ്, ഒരു സാധാരണ കുട്ടിക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ എന്നോ ഒരു 100 വർഷം മുമ്പ് നമ്മൾ തള്ളിക്കളഞ്ഞ ആചാരങ്ങൾ, ഇപ്പം തിരണ്ട് കല്യാണം അല്ലെങ്കിൽ ഗർഭിണിയുടെ വയറ് കാണാൻ വരില്ല, ഇതൊക്കെ എന്നോ നമ്മൾ അവസാനിപ്പിച്ചതാണ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ നാട്ടിൽ താലികെട്ട് കല്യാണം, തിരണ്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോന്നും നടത്തി മുടിഞ്ഞ തറവാടുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ ഇന്ന് രാവിലെ ഞാനിത് സംസാരിക്കുമ്പോൾ അമ്മ പറയായിരുന്നു, അമ്മയുടെ കാലത്ത് അവസാനിപ്പിച്ചതാണ്, എൻ്റെ അമ്മൂമ്മയുടെ കാലത്ത് അവസാനിപ്പിച്ചതാണ് ഈ തിരണ്ട് കല്യാണം. ഇപ്പം കുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് വേണം, എന്തിനാ റീൽസ് ഇടാൻ. 14 വയസ്സുള്ള കുട്ടി പറയാണ്, ഞാൻ പ്രായപൂർത്തിയാകുമ്പോൾ അമ്മ ചടങ്ങ് നടത്ത്, അച്ഛ ചടങ്ങ് നടത്ത്, എന്നിട്ട് എനിക്ക് റീൽസ് ഇടണം. അപ്പോൾ ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇത് നമ്മൾ പറയും ട്രാഡ് വൈഫ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. അതായത് നമ്മൾ രാവിലെ എണീറ്റ് ഭർത്താവിൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത് അടുക്കളയിൽ കയറി എല്ലാം ചെയ്തു വെച്ച് ജോലിക്ക് പോയി തിരിച്ചു വന്ന് കുട്ടികളുടെ കാര്യം നോക്കി അതിനിടയിൽ എല്ലാം ചെയ്ത് നമ്മളിങ്ങനെ അതിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ്, അതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. ഇതിൻ്റെ ഒരു അപകടം എന്താ വെച്ചാൽ, ഇത് കാണുന്ന 12 വയസ്സോ 13 വയസ്സോ ഉള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരെന്താ ധരിക്കുന്നേ? ഈ ആൺകുട്ടി ധരിക്കുന്നത് ഞാൻ വലുതാകുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ആവണം എന്നാണ് ആ ആൺകുട്ടി ധരിക്കുന്നത്. ഇതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എന്താ ധരിക്കുന്നത്? ഞാൻ ഇങ്ങനെയാണ് ആവണം. നമ്മൾ ഇന്നലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇവരിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണുന്നത് 1 ലക്ഷം പേരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നത് മില്യൺസ് ആണ്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഈ കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറ, നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ഫൈറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, പക്ഷെ നമ്മുടെ അടുത്ത തലമുറ എന്തിനോടായിരിക്കും അവർ ഫൈറ്റ് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും അവർ ഈ ഒരു റിയലൈസേഷനിലേക്ക് വരുന്നത്? ശരിക്കും ജനിച്ച് വീണപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ് ആ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ, ഇപ്പം നമുക്കറിയാം, എൻ്റെയൊക്കെ പല സഹപ്രവർത്തകരുടെയും മക്കൾ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത്, എന്താണ് നിനക്ക് ആവാൻ ആഗ്രഹം ചോദിച്ചാൽ യൂട്യൂബർ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മമാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എങ്ങനെയാണ് ഈ കുട്ടിയെ യൂട്യൂബർ ആവുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നൊന്നും മാറ്റും. അപ്പോൾ യൂട്യൂബർ ആവാൻ ഞാൻ എന്തിനാ പഠിക്കുന്നത്? യൂട്യൂബർ ആവാൻ 10ാം ക്ലാസ്സും +2 ഒന്നും പാസ്സാവേണ്ട ആവശ്യമില്ല. എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞാൽ മതി, വീഡിയോ ഇടാൻ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ ചാനൽ തുടങ്ങുകയാണ്, ഞാൻ യൂട്യൂബർ ആവുകയാണ്. എന്നിട്ട് കുട്ടികൾ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഇടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നിട്ട് അതിൻ്റെ താഴെ നന്നായിട്ടുണ്ട് മോനെ, ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് അവർക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഈ പരമ്പരാഗതമായ പഠിത്തമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ യൂട്യൂബർ ആയാൽ ജീവിക്കാം. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം ഇതിൻ്റെ വരുമാനവും കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കണം? മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ ജനം ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക്